നമുക്കിന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പാലപ്പവും വെജിറ്റബിൾ കുറുമയും അത് ഒന്നുണ്ടാക്കാൻ നോക്കാം. പച്ചരി നല്ലതായിട്ട് കഴുകി 5 മണിക്കൂർ വെള്ളത്തിലിട്ടത് വെള്ളം കളഞ്ഞ് എടുത്ത് നമുക്ക് മിക്സിക്കകത്തോട്ട് ഗ്രൈൻഡറിനകത്തും അരയ്ക്കാം, മിക്സിക്കകത്തോട്ട് അരയ്ക്കാം. അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒത്തിരി വെള്ളം ആക്കണ്ട, അത് മുങ്ങാനുള്ള വെള്ളം വെച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചുകൊണ്ടിരിക്കും. 5 മണിക്കൂർ കുതിർത്തതാണ്. 5 മണിക്കൂർ കുതിർത്ത് അത് അരച്ചിട്ട് അതേ കുറച്ചെടുത്ത് നമുക്ക് കപ്പി കാച്ചുക എന്ന് പറയത്തില്ലേ, കപ്പി കാച്ചുന്ന കുറച്ച് വെള്ളം കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ച് അത് നീട്ടി ഒന്ന് ഇളക്കിയിട്ട് സ്റ്റൗവേ വെച്ച് ഇത് നമ്മൾ നാട്ടിലൊക്കെ പറഞ്ഞ കപ്പി കാച്ചുകയാണ്. ആ സ്റ്റൗവേ വെച്ച് ഇവിടെ മാത്രം ശ്രദ്ധിക്കണം, ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കി 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 അങ്ങനെ വരണം. ഇച്ചിരി നേരം ഇളക്കി നല്ല കട്ടിയാവും. അങ്ങനെ കുറിയെടുക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക, ആ സ്റ്റൗ തന്നെ മാറ്റി വെക്കണം. അല്ലെ ചൂടത്തിരുന്ന് പിന്നെയും കട്ട് ചെയ്യണം. ഇത് ഇച്ചിരി ഇളക്ക് പരിപാടി മാത്രം ശ്രദ്ധിക്കണം. കൈ വിട്ടാൽ കട്ടിയായിപ്പോവും. കൈ വിടാതെ ഇളക്കണം. അതൊന്ന് തണക്കട്ട, അതവിടെ നിന്ന് തണക്കട്ട. ആ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ കൂടെ അതിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കാം. ഈ മാവിൻ്റെ കൂടെ വേറെ അരിയുടെ കൂടെ തേങ്ങയുടെ കൂടെ ഏതിൻ്റെയും തന്നെ ആയിരുന്നേലും വേണേൽ അരയ്ക്കുക. എങ്ങനെയും അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇടുക. ഒന്നുകൂടെ അരച്ച് അത് നല്ലതായിട്ട് അരച്ചെടുത്തു. ഇച്ചിരി വെള്ളമായിട്ട് അത് കഴിഞ്ഞ് തേങ്ങ എടുത്തു. നല്ല തേങ്ങ ഇളപ്പം തേങ്ങ അരയ്ക്കണം. കരിക്ക് പോലെ ഇളപ്പം തേങ്ങ, മൂത്ത തേങ്ങ അരയ്ക്കൽ. ഈ തേങ്ങയുടെ ഇതിൻ്റെ ഈ ചൂട് ഇത് ചെത്തിക്കളഞ്ഞാൽ നല്ല വെളുത്ത് കിട്ടും. അത് ചിരണ്ടി ചെത്തി അങ്ങ് എടുത്ത് കളഞ്ഞാൽ അപ്പം നല്ല വെളുത്തിരിക്കും. ഞാനിപ്പോൾ അത് കളയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് അത് വരച്ചുകൊണ്ട് വന്നു. തേങ്ങായി വരച്ചെടുത്തു. ഞാൻ 4 കപ്പ് അരി ഇട്ടായിരുന്നു. 4 കപ്പ് അരി, ഒരു 3/4 കിലോ അരിയോളം ഉണ്ട്. ഒരു നല്ല വലിയൊരു തേങ്ങായും എടുത്തു. 3/4 കിലോ അരി എടുത്തു. ഒരു തേങ്ങായും എടുത്തു. ഒരു ഇളപ്പൻ തേങ്ങ, അതിൻ്റെ വെള്ളവും തേങ്ങയുടെ വെള്ളവും എടുത്തു. എന്നിട്ട് ഇച്ചിരി ഈസ്റ്റ്, ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, കുതിർത്ത് വെക്കേണ്ട ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, തരിയല്ല. അത് ഇച്ചിരി ഈസ്റ്റ് വിട്ട് നമുക്കത് വരച്ചുകൊണ്ട് വരാം. അതേമാതിരി ബാക്കി തേങ്ങ അതിൻ്റെ കൂടെ ഇട്ടാൽ ഒരു തേങ്ങയുടെ ബാക്കി ഇടുന്ന തേങ്ങ ഇട്ട് നമുക്ക് അത് വരച്ചെടുത്തു. നല്ലതായിട്ട് അരയണം. ഇച്ചിരി വെള്ളമായിട്ട് നല്ലതായിട്ട് അരഞ്ഞു. എന്നിട്ട് ഇതിപ്പം നമുക്ക് ഇപ്പോൾ ഉപ്പൊന്നും ഇടത്തില്ല, ശകലം മധുരം ഇടും. പാലപ്പത്തിന് ഇച്ചിരി മധുരം വേണം. ഇപ്പോൾ ഒരു ഇച്ചിരി മധുരം ഇടാം. മധുരം ഇട്ട് നമുക്ക് ഇളക്കി അവിടെ വെക്കാം. അത് ഇളക്കി ഒരു 5-6 മണിക്കൂർ 4-5 മണിക്കൂർ ഇരിക്കണം. പൊങ്ങിപ്പോകാൻ നോക്കണം ചേട്ടാ, ചിലപ്പോൾ പൊങ്ങി എല്ലാം കൂടി ഇങ്ങനെ പുറത്ത് ചാടും. പൊങ്ങിപ്പോകാതെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയാൽ മതി. പൊങ്ങുമ്പോൾ ഇതിന് നല്ലൊരു മണം വരും, ഒരു മണവും വരും, പാത്രത്തിൻ്റെ വെളിയിൽ വരും. ഇതങ്ങനെ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചേക്കാം. അവിടെ നിന്ന് അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇതേണ്ടത് നല്ലതായിട്ട് പൊങ്ങി കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ ഉപ്പിടുന്നത്. നേരത്തെ ഉപ്പിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പിടുന്നത്. ഒരു ശകലം കൂടെ മധുരവും കൂടെ ഇടാം. പാലപ്പത്തിനൊരു മധുരം വേണം. ഇച്ചിരി ഒരു മധുരം കൂടെ ഇടാം. ഇട്ടിട്ട് നമുക്ക് ഇളക്കിയിട്ട് പാലപ്പം ഉണ്ടാക്കാം. ഇച്ചിരി വെള്ളമായിട്ട് വേണം മാവ്. ചട്ടി ചൂടായി, എണ്ണയൊന്നും വേണ്ട കേട്ടോ, എണ്ണയൊന്നും വെക്കണ്ട. ചട്ടി ചൂടായി, ഒരു തവി ഒഴിച്ചു. ഒട്ടും എണ്ണ വേണ്ട, എണ്ണ എന്നൊരു പരിപാടിയേ വേണ്ട. അതിനെ ഒന്ന് കറക്കുക. ഒന്ന് കറക്കി എടുത്തിട്ട് തീ നല്ല മീഡിയം തീ, ഒത്തിരി തീ വേണ്ട. ഒത്തിരി തീയായാൽ വങ്ങിപ്പോവും. അതൊന്ന് 2-3 കൊമള വന്നു കഴിഞ്ഞ് മൂടാവും. 1-2 കിഴുത്ത വീണ്. ആ കിഴുത്ത വീണ് കഴിയുമ്പോൾ നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചിട്ടൊരു 2 മിനിറ്റ്, തിരിച്ചൊന്നും വിടണ്ട, ഒരു 2 മിനിറ്റ് ഇങ്ങനെ അങ്ങ് എടുത്താൽ അപ്പം റെഡിയാണ്. ഇത് ഞാൻ ചുമ്മാ റേഷനരിയാണ്, നല്ലരിയൊക്കെയാണ് ഇതിൽ സോഫ്റ്റ് ആവും, റേഷനരിയാണ്. അതുപോലെ അടുത്തതും അങ്ങനെ കോരി ഒഴിച്ച് എണ്ണയെ വേണ്ട, എണ്ണ പരിപാടി എവിടെ ഇല്ല. അടുത്തതും അതുപോലെ കറക്കി. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ കടായിക്കകത്ത് വേറെ ഒന്നും ചെയ്യരുത്. കടുക് വറക്കാനോ തോരൻ വെക്കാനോ മീൻ വറക്കാനോ പപ്പടം കാച്ചാനോ ഒന്നിനും ഈ പാലപ്പത്തിൻ്റെ ചട്ടി എടുക്കല്ല. അത് പാലപ്പത്തിന് മാത്രം. അത് കൊമളം വീണ് കഴിഞ്ഞപ്പോൾ മൂടി വെച്ചു ഒരു 2 മിനിറ്റ്. ഈ ചീനച്ചട്ടി ഈ കടായി വേറൊരു സാധനത്തിന് എടുക്കല്ല. ഇത് ഉള്ളി പാലപ്പം. ആ കടായിക്ക് അങ്ങ് പാലപ്പം ഒന്ന് വേറിട്ടിരുന്നാൽ മതി. അങ്ങനെ അതേമാതിരി തന്നെ നമുക്ക് എല്ലാം ഒഴിച്ചെടുക്കാം. മുഴുവൻ മാവും നമുക്കങ്ങനെ ഒഴിച്ചെടുക്കാം. മീഡിയം തീ വേണം, തീ കൂടിപ്പോകരുത്. മീഡിയം തീയിലിരിക്കണം. കറക്കിയിട്ടൊരു 2-3 ഹോളൊക്കെ വന്നു കഴിഞ്ഞ് മൂടി വെക്കാവും. ഇപ്പോഴേ മൂടരുത്. ഇച്ചിരി നേരം കഴിഞ്ഞ് 2-3 ഹോൾ വന്നു കഴിഞ്ഞ് മൂടിയ പാലപ്പം റെഡി. അങ്ങനെ നമ്മുടെ പാലപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും. താങ്ക് യു.